നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളിതുവരെ ഉറങ്ങിയില്ലായിരുന്നു. ഓഫീസിൽ കുറച്ച് അധികം ഫയൽസ് പെൻഡിംഗ് ഉണ്ട് അച്ഛമ്മ. വീട്ടിലിരുന്നുകൂടി നോക്കിയാൽ അതൊന്ന് തീർക്കാൻ പറ്റും. എന്തോ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് എനിക്കെന്തോ പേടിയാവുക. പേടിയോ? എന്തിനാ അച്ഛമ്മ പേടിക്കുന്നത്? ഞാൻ ടിവിയിലെ വാർത്തകൾ കണ്ടു. ആ ക്രിസ്റ്റിയെ അറസ്റ്റ് ചെയ്തു അല്ലേ? ഓരോരുത്തര് പറയുന്നത് കേട്ടിട്ട് ഉള്ളിലൊരു ആന്തല. ഞാൻ കേട്ടിടത്തോളം അയാൾ അത്ര നിസാരക്കാരനല്ല മോളെ. നിന്നെ അയാൾ ഉപദ്രവിക്കും. അച്ഛമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? എങ്ങനെ പേടിക്കാതിരിക്കും? നന്മയുള്ളവനായിരുന്നു നിന്റെ അച്ഛൻ. അവൻ ചെറുപ്പത്തിലേ പോയി. ഇപ്പൊ മല്ലികയും പോയി. ഇനി ഒരു വേദന കൂടി എനിക്ക് സഹിക്കാൻ വയ്യടി മോളെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെട്ടിട്ട് ആപത്ത് വരുത്തി വയ്ക്കുവാണോ എന്ന് തോന്നുക എനിക്ക്. എനിക്ക് വയസ്സായി മോളെ. ഈ പ്രായത്തില് എനിക്കിനി കരയാൻ വയ്യ. അച്ഛമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ എന്റെ ജോലിയുടെ ഭാഗമല്ലേ? കളക്ടർ എന്ന് പറഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലാത്ത വലിയ ജോലിയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഓരോ നിമിഷവും പേടിച്ച് ജീവിക്കേണ്ട ഗതികേടിലായിപ്പോ. മോളെ, അച്ഛമ്മ പറയുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല. എങ്കിലും പറയൂ, ഈ ജോലി നമുക്ക് വേണ്ട. എല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുല്ലാറ്റിൻകരയിലേക്ക് പോവാം. സമാധാനമുണ്ട് അവിടെ. കൃഷ്ണന്റെ കൂടെ സമാധാനത്തോടെ നമുക്ക് അവിടെ കഴിയാം. എന്ത് ഭ്രാന്ത അച്ഛമ്മ ഈ പറയുന്നത്? എന്റെ ഉള്ളിലെ കളക്ടർ എന്ന മോഹത്തെ പറഞ്ഞു വളർത്തിയെടുത്തത് അച്ഛമ്മയല്ലേ? എന്ത് പാടുപെട്ടാ ഞാൻ പഠിച്ചെന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ലേ? എല്ലാ പ്രതിബന്ധങ്ങളും താണ്ടി ഞാൻ ഇവിടം വരെ എത്തിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ടിപ്പോ തിരിച്ചു പോണോന്നോ? സൈറൺ വെച്ച കാറിൽ പോണോന്ന് ഓരോ നിമിഷവും പറഞ്ഞ് എന്നെ ചെല്ല കളക്ടറെന്ന് വിളിച്ചത് അച്ഛമ്മ തന്നെയല്ലേ? അന്നത് പറഞ്ഞത് ഞാൻ തന്നെയാ. ഇപ്പൊ ഇത് വേണ്ടെന്ന് പറയുന്നതും ഞാൻ തന്നെ. എന്നെ എല്ലാവരും കളക്ടറുടെ അച്ഛമ്മ എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. തെറ്റായിപ്പോയി. ചാമുണ്ടേശ്വരിയുടെ മുന്നിൽ ചെന്ന് നിന്ന് എന്റെ കൊച്ചുമോളെ കളക്ടറാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് തെറ്റ്. ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുക ഇപ്പൊ. എല്ലാ ജോലിയും പോലെ കളക്ടർ പോസ്റ്റിനെയും കാണരുത് അച്ഛമ്മ. കളക്ടർ എന്ന് പറയുന്നത് വെറും ഒരു ജോലിയല്ല, ഉത്തരവാദിത്വമാണ്, കടമ നിറവേറ്റലാണ്. അച്ഛമ്മ തന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ ഈ പോസ്റ്റിൽ എത്താതിരിക്കാൻ 1000 കാരണങ്ങളുണ്ടാവും. എന്നിട്ടും ഞാൻ ഇവിടെ എത്തിയില്ലേ? അതെന്തുകൊണ്ടാ? എനിക്കറിയില്ല ഒന്നും. അച്ഛമ്മയ്ക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം. എന്റെയും അച്ഛമ്മയുടെയും പ്രാർത്ഥന അത് ചാമുണ്ടേശ്വരി കേട്ടു. ഞാൻ കളക്ടർ ആവണമെന്നും പാവങ്ങൾക്ക് തുണയായി അവർക്കൊപ്പം നിൽക്കണമെന്നും തീരുമാനിച്ചത് ചാമുണ്ടേശ്വരിയാണെങ്കിൽ അച്ഛമ്മയുടെ കൊച്ചുമോൾക്ക് ഒന്നും സംഭവിക്കില്ല. വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കരുത്. അച്ഛമ്മ വാ, സമാധാനമായിട്ട് വന്നു കിടന്നുറങ്ങാം. വാ വാ.
സമയം എത്രയെന്ന് അറിയോ? നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. കേറി കിടന്ന് ഉറങ്ങു മോനെ. മോനിത് ആരുടെ പടവാ വരയ്ക്കുന്നേ? അമ്മമ്മക്ക് ഇത് കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നു. മോന്റെ അമ്മ വരച്ചതാണോ? ഇതൊരു അമ്മയാ. സൂക്ഷിച്ചു നോക്കിയേ, അപ്പൊ മനസ്സിലാവും അമ്മമ്മക്ക്. ഇത് മഴയുടെ അമ്മയാണോ? യെസ്, ഞാൻ വരച്ചതാ. മഴയുടെ അമ്മയാ. അപ്പന്റെ പടം ശരിയല്ലേ അമ്മൂമ്മ? മോനിപ്പോ എന്തിനാ മഴയുടെ അമ്മയുടെ പടം വരച്ചത്? ഇന്ന് മഴയുടെ അമ്മ പോവാൻ നേരം എനിക്ക് ഉമ്മ തന്നില്ലേ, അപ്പൊ അതെനിക്ക് എന്റെ സ്വന്തം അമ്മയാണെന്ന് തോന്നി. എന്റെ അമ്മ എനിക്ക് ഉമ്മ തരുന്ന പോലെ തോന്നിയ. ശരിക്കും സങ്കടം വന്നപ്പ. അതുകൊണ്ടാ ഞാൻ മഴയുടെ അമ്മയുടെ പടം വരച്ചത്. നോക്കി വെച്ചാ കൊള്ളാമോന്ന്. കുട്ടികൾക്ക് ഇപ്രായത്തിൽ അമ്മയുടെ സാമീപ്യ വേണ്ടത്. എന്റെ മകളെ മറന്നിട്ട് പറയുന്നതല്ല, അതൊരാവശ്യമാണ്. വാശി കളഞ്ഞ് നല്ലൊരു തീരുമാനം എടുക്കുക. ഇത് മഴയുടെ അമ്മയെ പോലെ ഇല്ലേ അച്ഛാ? അതുപോലെ തന്നെയുണ്ട്. എങ്കിലേ അച്ഛൻ മഴയെന്ന് വിളിച്ചതേ. അവളുടെ അമ്മയുടെ പടം വരച്ച കാര്യം ഞാൻ മഴയോട് പറയട്ടെ. ഇപ്പോഴേ സമയം എന്താണെന്നറിയോ? രാത്രി അങ്ങനെ വിളിക്കാൻ പാടില്ല. പ്ലീസ് അച്ഛാ, മഴയുടെ അമ്മയെ വിളിക്ക്. എന്നിട്ട് മഴയുടെ കൈ കൊടുക്കാൻ പറ. മഴയുടെ അമ്മയും ഉറങ്ങി കാണും, മഴയും ഉറങ്ങി കാണും. നിന്നെ എന്നെയും പോലെയാണോ അവര്? കൃത്യസമയത്ത് ഉറങ്ങും. അങ്ങനെ കൃത്യസമയത്തൊന്നും ഉറങ്ങില്ല. അച്ഛൻ ഒന്ന് വിളിച്ചു നോക്ക്. ഉറങ്ങിയ ഫോൺ എടുക്കില്ലല്ലോ. എന്തിനാ മോനെ രാത്രി അവരെ ശല്യപ്പെടുത്തുന്നേ? ഒരു ശല്യമില്ല. പ്ലീസ് പ്ലീസ് ഒന്ന് വിളിക്കച്ചാ. വിളിക്കണോ? വിളിക്കണ്ടല്ലോ. വിളിക്കണം. വിളിക്കണടാ മോനെ. വിളിക്കണോടാ അച്ഛാ. ഏ സോറി പ്ലീസ് അച്ഛാ, ഒന്ന് വിളിക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, ഞാൻ വിളിക്കാം. ഒരേ ഒരു തവണ. എടുത്തില്ലെങ്കിൽ പിന്നെ വിളിക്കില്ല. ഓക്കെ അല്ലേ? ഓക്കെ, വിളിക്ക്. ശരത് സാറാണല്ലോ. ഈ സമയത്ത് സാർ എന്തിനാ വിളിക്കുന്നത്? ഹലോ സർ. സുന്ദരി, ഈ സമയത്ത് വിളിച്ചതിന് സോറി കേട്ടോ. എന്തിനാ സോറി പറയുന്നേ? എന്ത് പറ്റി സർ ഈ സമയത്ത്? ഒരു കാര്യമില്ലാതെ സാർ വിളിക്കില്ലല്ലോ. ഇവിടെ മോൻ ഒരേ നിർബന്ധം. ഇപ്പൊ മഴയോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. അയ്യോ, മഴ നേരത്തെ ഉറങ്ങി. ഇനി വിളിച്ചുണർത്തിയാലും അവള് സംസാരിക്കാൻ തോന്നില്ല. ഞാനിത് മോനോട് പറഞ്ഞതാ, അവൻ കേൾക്കണ്ടേ. മഴ ഉറങ്ങിക്കാണില്ലെന്നും പറഞ്ഞ ഒരേ വാശി. ഇപ്പൊ സമാധാനായല്ലോ. നിന്നെ കണക്കല്ല, കൃത്യസമയത്ത് മഴ കിടന്നുറങ്ങി. ഫോണിൽ വന്നേ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഹലോ, മഴയുടെ അമ്മ. എന്തോ? ഞാനാ ആദി, മഴയുടെ ഫ്രണ്ട്. ഓ, അതൊക്കെ മനസ്സിലായി. മോൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാനേ മഴയുടെ അമ്മയുടെ ഒരു പടം വരയ്ക്കായിരുന്നു. അപ്പൊ അത് മഴയോട് പറയാന്ന് പറഞ്ഞ് വിളിച്ചതാ. ആണോ? എങ്കി ആ പടം എന്നെയും കാണിച്ചു തരണേ. ഇപ്പൊ മഴ ഉറങ്ങിപ്പോയല്ലോ മോനെ. എങ്കി പിന്നെ സാരമില്ല, ഞാൻ ഫോൺ അച്ഛൻ്റെ കൊടുക്കാമേ. ഹലോ സുന്ദരി, ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല സർ, ഞാൻ ചില ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ അച്ഛമ്മ വന്ന് ചില ആശങ്കകൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ അച്ഛമ്മയെ കൊണ്ടുകിടത്തി ഉറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ.